ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിൽ 50 ലക്ഷം രൂപ ബജറ്റിൽ തീർത്ത അതിമനോഹരമായ ഒരു വീടാണ്. നല്ല മനോഹരമായ രീതിയിൽ പെയിൻറ്റിങ് വർക്കുകൾ കൊണ്ടും അതുപോലെ ക്ലാഡിംഗ് ടൈലുകൾ കൊണ്ടും കണ്ടംപററി രീതിയിലുള്ള ഡിസൈനിങ് മികവ് കൊണ്ടും അതിമനോഹരമാക്കിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലുകൾ കൊടുത്തും അതുപോലെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ചാവടി ടൈപ്പിൽ ഒരുക്കിയും വളരെ മനോഹരമായ പെയിൻറ്റിങ് കളർ കോമ്പിനേഷനുകളോട് കൂടിയും വളരെ ഭംഗിയായാണ് ഇതിൻ്റെ മുൻവശം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുൻവശത്ത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിംഗ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ജിപ്സം സീലിങ്ങുകൾ കൊണ്ടും അതുപോലെ പാർട്ടീഷൻ വർക്കുകൾ കൊണ്ടും ഭംഗിയായി തന്നെയാണ് ഈ ലിവിംഗ് ഹാൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ലിവിംഗ് ഹാളിൻ്റെ ഒരു ഭാഗത്തായി ഒരു കോർണർ ടൈപ്പ് സെറ്റിയും അതുപോലെ ഒരു ദിവാൻ കോട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. HDF പാർട്ടീഷൻ കൊണ്ട് നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. ഈ TV യൂണിറ്റ് കൊണ്ട് തന്നെയാണ് ഹാളിനെയും ഡൈനിങ് സ്പേസിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാർട്ടീഷനായും ഉപയോഗിച്ചിരിക്കുന്നത്. HDFൽ ചെയ്ത് വളരെ ഭംഗിയായി വുഡിൻ്റെ ടെക്സ്ചർ പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന ജിപ്സം സീലിംഗ് നമുക്ക് കാണാവുന്നതാണ്. LED പാനൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും അതിനുപയോഗിച്ചിട്ടുണ്ട്. ഹാളിൻ്റെ ഒരു ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം തയ്യാറാക്കിയിട്ടുണ്ട്. സെറാമിക് ടൈലുകളാണ് ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ലിവിംഗ് ഹാളിൽ TVയുടെ പാർട്ടീഷന് ബാക്കിലായി TV സ്റ്റാൻഡ് ഒരു പാർട്ടീഷനായി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതിന് പിന്നിലായി ഡൈനിങ് സ്പേസ് തയ്യാറാക്കിയിരിക്കുന്നു. ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗത്തായി ഒരു ഫ്രിഡ്ജും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് പൂജാമുറിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. പൂജാമുറിയുടെ ഭിത്തിയും അതുപോലെ ഫ്ലോറും 4x2 GVT ടൈലുകൾ ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വിസിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ ചേരുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വീട്ടിലെ പ്രധാന അടുക്കള. അതൊരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായാണത് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് കോട്ടിങ്ങുകളോടുകൂടിയ അലുമിനിയം ബാർസും അതുപോലെ PVC ഷീറ്റും ഉപയോഗിച്ചാണ് കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചൺ കൗണ്ടറിൻ്റെ ടോപ്പ് നാനോ വൈറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് ഹാളും കിച്ചണും തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്ന ഭാഗം വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്.
അതിനോട് ചേർന്ന് തന്നെ ഒരു റോയൽ പ്ലേ വർക്കും നമുക്ക് കാണാവുന്നതാണ്. LED വർക്കുകൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു ജിപ്സം സീലിംഗ് ആണ് കിച്ചണിന് മുകളിലും നൽകിയിട്ടുള്ളത്. മെയിൻ കിച്ചണിൻ്റെ ഒരു ഭാഗത്തായാണ് ഒരു വർക്കിംഗ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഭംഗിയായി കബോർഡുകൾ ചെയ്ത് ഗ്രാനൈറ്റ് ഷീറ്റ് ഉപയോഗിച്ച് നല്ല ഭംഗിയായി കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ആകെ 5 ബെഡ്റൂമുകളാണുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ബെഡ്റൂമിൽ ഒരു ഭാഗത്തായി കബോർഡ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്വീൻ സൈസ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. 2 വിൻഡോസും സെറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം 5 പാളി വരുന്ന 2 വിൻഡോസും സെറ്റ് ചെയ്തിരിക്കുന്നു. റൂമിൻ്റെ സീലിംഗ് ഭാഗത്ത് ജിപ്സം കോർണിഷുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇത് നമ്മൾ മുൻപ് കണ്ട ബെഡ്റൂമിനേക്കാൾ കുറച്ചുകൂടെ വലിയ ബെഡ്റൂമാണ്. ഇതിൽ ഏകദേശം 6 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സിംഗ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. സെറാമിക് ബാൾ ടൈലുകളാണ് ബാത്റൂമിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ 2ാം നിലയിലേക്കാണ് പ്രവേശിക്കുന്നത്. വിസിറ്റിംഗ് ഹാളിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വീടിൻ്റെ 2ാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഹാളിലേക്കാണ് എത്തുന്നത്. ലിവിംഗ് ഹാളിൻ്റെ വശങ്ങളിലായി തന്നെയാണ് ഈ വീട്ടിലെ ബാക്കി 3 ബെഡ്റൂമുകളും തയ്യാറാക്കിയിട്ടുള്ളത്. ലിവിംഗ് ഹാളിൻ്റെ ഒരു ഭാഗത്ത് ഒരു കോർണർ സെറ്റ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റെയർ റൂമിന് മുകൾ ഭാഗം നല്ല ഭംഗിയായി പർഗോളകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്സം കോർണിഷുകളും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. നല്ല ഭംഗിയായി തന്നെ കബോർഡുകൾ കൊടുത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. വളരെ വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സെറാമിക് ബാൾ ടൈലുകൾ തന്നെയാണ് ഈ ബാത്റൂമിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ അടുത്ത ബെഡ്റൂം, അതായത് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി നല്ല ഭംഗിയിൽ ഒരു ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ടൈപ്പിലാണ് ഈ ജനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വശങ്ങളിൽ നിന്നും ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള പ്രവേശനവും സാധ്യമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണിത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ വളരെ ഭംഗിയായാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ ഒരു ഭാഗത്തായി ഒരു കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. LED വർക്കുകളോടുകൂടി നല്ല ഭംഗിയായി തന്നെ ജിപ്സം സീലിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്നും ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തിരിക്കുന്നു.
അപ്പർ ലിവിംഗ് ഹാളിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ട് എന്ന് തന്നെ പറയാം, എങ്കിലും ബാൽക്കണിയാണ്, ബാൽക്കണിയിലേക്ക് ഉള്ള പ്രവേശനവും സാധ്യമാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് ഭാഗവും പർഗോളകൾ ചെയ്ത് അതിൽ ഗ്ലാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ മുകൾ നിലയുടെ സിറ്റ് ഔട്ടും സജ്ജീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനിൽ കാണുന്ന ടെക്സ്ചർ വർക്ക് നമുക്കിവിടെ നിന്നാൽ ഭംഗിയായി തന്നെ കാണാൻ സാധിക്കും. വീടിൻ്റെ റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയറും ഈ ബാൽക്കണിയിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാൻ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.